Good evening, sir. Yes, good evening. Good evening, sir. Okay, good evening. Okay. Good evening, sir. Good evening. എന്താ പേര് പറഞ്ഞല്ലോ? ഭാവിക. ബാബുക്ക. ഭാവിക. ബാബുടെ പേര് പറ ഒന്നുകൂടി ശരിക്കും പറഞ്ഞേ. ഭാവിക. ഭാവിക. ആ ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. Good evening, sir. ഗുഡ് ഈവനിങ്. Good evening, sir. ഓക്കെ ഗുഡ് ഈവനിങ്. Good evening. Good evening, sir. Good evening, sir. ഓക്കെ ഗുഡ് ഈവനിങ്. Good evening, sir. Good evening. ഗുഡ് ഈവനിങ്. Good evening. Yeah. Good evening, sir. Good evening, sir. ഗുഡ് ഈവനിങ്. യെസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം കണ്ടിട്ട് ഈ വർഷമാണ് വീണ്ടും കാണുന്നത് അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ആരംഭിച്ചാലോ? ലെറ്റ് us start. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വിവിധങ്ങളായിട്ടുള്ള ആർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിലൊന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്, രണ്ടാമത്തേത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. അങ്ങനെ രണ്ട് ആർട്ടിക്കിളാണ് നമ്മൾ സംസാരിച്ചത്. അതില് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ദി എന്ന് പറയുന്നതാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എ ആൻഡ് ആൻ ഇത് രണ്ടും വരുന്നതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പൊ അതില് ദി എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എവിടെയെല്ലാമാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അന്ന് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഒരു സംഗതി ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. യെസ്, നമുക്കറിയാം എ അല്ലെങ്കിൽ ആൻ എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. കാരണം ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉപയോഗത്തിനൊന്നും യാതൊരു വ്യത്യാസമില്ല. വൗവൽ സൗണ്ടുകൾ നമുക്കറിയാം. എ ഇ ഐ ഒ. വൗവൽസ് അക്ഷരങ്ങളല്ല, വൗവൽ സൗണ്ട് ആണ്. അക്ഷരങ്ങൾ തന്നെ കറക്റ്റ് ആവണമെന്നില്ല, വൗവൽ സൗണ്ട്. യെസ്. അപ്പോ ആ വാക്കുകളിൽ ആരംഭിക്കുന്ന വാക്കുകളുടെ മുന്നിൽ എ വരില്ല, ആൻ വരുള്ളൂ. നമുക്കറിയാം ആൻ എലിഫന്റ്, ആൻ അംബ്രല, ആൻ അവർ, ആൻ ഓണസ്റ്റ്. അപ്പൊ അങ്ങനെ വരുള്ളൂ. നേരെ മറിച്ച് അല്ലാതെയുള്ള വൗവൽസ് അല്ലാതെയുള്ള വാക്കുകൾ ആരംഭിക്കുന്നതിന് നമുക്ക് അതിന്റെ മുന്നിലൊക്കെ എ വരും. നമുക്ക് പറയാം എ ബുക്ക്, എ പെൻസിൽ. അപ്പൊ അങ്ങനെ ഉള്ള വാക്കുകളുടെ മുന്നിൽ എ വരുന്നു, അല്ലാതെയുള്ള വാക്കുകളുടെ മുന്നിൽ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരുന്നു. ഈ രണ്ട് ആർട്ടിക്കിൾ ആണെങ്കിലും അതിന്റെ അർത്ഥം ഒരു എന്ന അർത്ഥമാണ്. ഒരു, ഏക്, ഒരു, ഒന്ന് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു വാചകം നമ്മൾ പറയുകയാണെങ്കിൽ, ഹി പ്ലാന്റഡ് എ ട്രീ. ഒന്ന് എഴുതി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഹി പ്ലാന്റഡ്. ഏത് യൂണിറ്റ് ആണ് സർ? ഇത് നമ്മൾ നേരത്തെ എടുത്തുകൊണ്ടിരുന്ന യൂണിറ്റ് നമ്പർ 5 ബാലൻസ് ആണ്. യൂണിറ്റ് നമ്പർ 5 ബാക്കി. യെസ്. അപ്പൊ ഒരു വാചകം എഴുതുക. ഹി പ്ലാന്റഡ്, PLANT, പ്ലാന്റഡ് എ ട്രീ. ഓക്കെ. അവിടെ നിൽക്കട്ടെ. ഞാൻ നോക്കി. ഹി പ്ലാന്റഡ്, അവൻ നട്ടു. എ ട്രീ, ഒരു മരം അവൻ നട്ടു. മരം നടാൻ പറ്റില്ല, ഒരു തയ്യ നടാൻ പറ്റുള്ളൂ. പോട്ടെ. ഹി പ്ലാന്റഡ് എ ട്രീ, അവൻ ഒരു മരം നട്ടു നമ്മളിവിടെ പറയുകയാണ്. അപ്പൊ അവിടെ ആർട്ടിക്കിൾ എ ഉപയോഗിച്ചിരിക്കുന്നത് ട്രീ എന്ന് പറയുന്ന നൗണിന്റെ മുന്നിലാണ്. അപ്പൊ
ട്രീ എന്ന് പറയുമ്പോൾ ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും, എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് മൊത്തം എണ്ണാൻ പറ്റും. അങ്ങനെ കൗണ്ടബിൾ ആയിട്ടുള്ള വസ്തുക്കളുടെ മുന്നിലാണ് സാധാരണഗതിയിൽ എ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരുന്നത്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും കൗണ്ടബിൾ നൗൺസ്. ഇപ്പൊ ട്രീ എന്ന് പറഞ്ഞ കൗണ്ടബിൾ നൗൺ ആണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഐ റെഡ് എ ബുക്ക്. ഞാൻ ഒരു പുസ്തകം, എ ബുക്ക്. ആ ബുക്ക് എന്ന് പറയുന്ന സംഗതി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. എത്ര ബുക്ക് ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് എണ്ണാൻ പറ്റും, കൗണ്ടബിൾ ആണ്. അപ്പൊ ആ കൗണ്ടബിൾ എണ്ണാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള വാക്കുകളുടെ മുന്നിലാണ് അതിൻ്റെ ഒരെണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരുന്നത്. ഇനി ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിളില് ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ അത് ഒരു സ്പെസിഫിക്, ഒരു എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ദ ബോയ്, ദ മാൻ, ആ മനുഷ്യൻ. ദ വെജിറ്റബിൾസ്, എല്ലാ പച്ചക്കറിയും. ദ വെജിറ്റബിൾസ് വിച്ച് മൈ ഹസ്ബൻഡ് ബ്രോട്ട് യെസ്റ്റർഡേ. ഇന്നലെ എന്റെ ഭർത്താവ് കൊണ്ടുവന്ന പച്ചക്കറി. അപ്പൊ അത് എടുത്തു പറയുന്ന സംഗതികളിലാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ദി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇവിടുത്തെ ആദ്യത്തെ വാചകം നമ്മളിവിടെ നോക്കിയാണ്. ഹി പ്ലാന്റഡ് എ ട്രീ. അവൻ ഒരു തൈ മരം നട്ടു. ആ എ എന്നുള്ളത് മാറ്റിയിട്ട് ആ സെന്റൻസിൽ നമ്മൾ ദി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ചേർക്കുന്നതെങ്കിൽ എങ്ങനെ വന്നേനെ സെന്റൻസ്? അപ്പൊ നമുക്കത് പറയാം ദ ട്രീ, ആ മരം വിച്ച് ഹി പ്ലാന്റഡ് ഈസ് ടീക്ക്. അവൻ നട്ട ആ മരം അത് തേക്കാണ്. അല്ല, എടുത്തു പറയുന്നത്, പർട്ടിക്കുലറൈസ് ചെയ്യുന്നത്. വേറെ മരങ്ങളൊന്നും എടുത്തു തേക്ക. ഒരു മരം നട്ടു എന്ന് പറയുമ്പോൾ ഏത് പഠിക്കലാവും, കോമൺ ആണ്. അപ്പൊ അതിനകത്ത് ദി നമുക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ദ ട്രീ ഹി പ്ലാന്റഡ് ഈസ് ടീക്ക് അല്ലെങ്കിൽ ഈസ് റോസ്വുഡ്. ഓക്കെ, റോസ്വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടി. യെസ്. ഇനി വേറൊരു വാചകം പറയുകയാണ്. എതിരെ രമേഷ് ഈസ് എ ബോയ്. ഓക്കെ, ഇവിടെ വാചകം നിങ്ങൾ കണ്ടു. രമേശ് ഒരു ആൺകുട്ടിയാണ്. കണ്ട, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആർട്ടിക്കിൾ ഏതാണ്? എ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഈസ് എ ബോയ്, ഒരു ആൺകുട്ടിയാണ്. ബോയ് എന്ന് പറയുന്നതിൽ എണ്ണാൻ പറ്റുന്ന സംഗതിയാണ്. അതിന്റെ മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആനില എ ചേർക്കും. അപ്പൊ രമേശ് ഈസ് എ ബോയ്. ഇതേ വാചകത്തിന് നമുക്ക് ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണമെങ്കിൽ എങ്ങനെ ചേർക്കാൻ പറ്റും സിജി? The boy saw yesterday is Ramesh. The boy I saw yesterday is Ramesh. Okay, correct ആണ്, correct ആണ്. സൈനു പറയൂ. സൈനു ആണെങ്കിൽ എങ്ങനെ ചേർത്തത്? ദി വെച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ചേർക്കാം. രമേശ് ഈസ് എ ബോയ് ആയിട്ട് വേറെ സാധനം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയി. രമേശ് ഈസ് എ ബോയ് എന്നുള്ളതിന് പകരം ദ ബോയ് ആയിട്ട് ഒരു സാധനം കൂടെ ആഡ് ചെയ്താൽ കറക്റ്റ് ആക്കാം വേണമെങ്കിൽ. ഇനി സൈനുവിന് വേറെ വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്തോട്ടാ. ഞാൻ എന്റെ ഒരു ഐഡിയ പറഞ്ഞതാണ്. ഓക്കെ, The boy is a Ramesh. ആണ് പറ്റുമോ? ഒന്നുകൂടി പറഞ്ഞേ. രമേശ് ഈസ് ദ ബോയ്. The boy is a Ramesh. The boy is Ramesh. അപ്പൊ അത് നമുക്ക് പറയാം this is the boy. കേട്ടാ, ഇത് ആ കുട്ടിയാണ്. ഇത് നമുക്ക് പറയാം ആർക്കാണോ ഫുൾ എ പ്ലസ് കിട്ടിയത് ആ കുട്ടി എഴുതാണ് എന്ന് പറഞ്ഞു. This is the boy. ഓക്കെ ഷാജില. ഓക്കെ സുജാത. അപ്പൊ സൈൻ നമുക്ക് പറയാം ദിസ് ഈസ് ദ ബോയ്. ഇതാണ് ആ കുട്ടി. ഏത്? രമേശ് ഈസ് ദ ബോയ്. രമേശ് ആണ് ആ കുട്ടി who got full A plus in SSLC examination. അപ്പോ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിയാണ് രമേശിന് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിന് നമുക്കൊന്ന് ഫുൾ എ പ്ലസ് വേണമെങ്കിൽ മാറ്റാം. സൈനുവിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ who got first rank
ഇൻ +2 എക്സാമിനേഷൻ. +2 എക്സാമിനേഷന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു കൗണ്ടബിൾ ആയിട്ടുള്ള വാചകങ്ങളുടെ നൗണിന്റെ മുന്നിൽ എ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ചേർക്കും നമ്മൾ പറഞ്ഞു. ഇനി ഡെഫിനറ്റ് ആർട്ടിക്കിൾ പറഞ്ഞതുപോലെ നമ്മളൊരു കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു വാക്ക് പറയുക, അതിന്റെ മുന്നിൽ എ ചേർത്ത്, എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർത്ത് കഴിഞ്ഞാൽ അത് ആ വർഗത്തെ കംപ്ലീറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നോക്കിയേ, കൗ ഈസ് എ യൂസ്ഫുൾ എലമെന്റ്. അതിന് പകരം എ കൗ അല്ല, ആ കൗ എന്നുള്ളതിന് മുന്നിൽ ഒരു എ കൗ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പശു എന്നല്ല അർത്ഥമാക്കുന്നത് ദ ഹോൾ കൗസ്, എല്ലാ പശുക്കളും. എല്ലാ പശുക്കളും എങ്ങനെയുള്ളതാണ്? യൂസ്ഫുൾ എലമെന്റാണ്, ഉപകാരപ്രദമായ ഒരു മൃഗമാണ്. അപ്പൊ കൗണ്ടബിൾ ആയിട്ടുള്ള നൗണിന്റെ മുന്നിൽ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർത്ത് കഴിഞ്ഞാൽ ആ വർഗത്തെ മുഴുവനും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. എ കൗ. ഇത് നമുക്ക് പറയാം ആൻ ഓൾഡ് മാൻ. ഓൾഡ് മാന്റെ മുന്നിൽ നമ്മൾ വേർഡ് ചേർക്കുകയാണ്, ആർട്ടിക്കിൾ ചേർക്കുകയാണ് ആൻ. ഓൾഡ് എന്ന് പറയുമ്പോൾ ഓവർസിപ്പെട്ടതല്ലേ, ഓ എ യു യു. അപ്പൊ എ ഓൾഡ് എന്ന് പറയേണ്ട ആൻ ഓൾഡ് മാൻ ഈസ് ലൈക്ക് എ ചൈൽഡ്. ഒരു പ്രായമുള്ള മനുഷ്യൻ എങ്ങനെയാണ്? ഈസ് ലൈക്ക് എ ചൈൽഡ്, അദ്ദേഹം ഒരു കുട്ടികളെ പോലെയാണ്. ഷേക്സ്പിയർ പറയുന്നുണ്ട് 7 സ്റ്റേജുകളിലൂടെ മനുഷ്യൻ കടന്നു. 7 സ്റ്റേജുകൾ ജീവിതത്തിൽ ഓരോ മനുഷ്യൻ ഉണ്ടാവുന്നതാണ് ഷേക്സ്പിയർ. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ ഒരു കവിതയുണ്ട്, നിങ്ങൾ ഒരു പക്ഷെ പഠിച്ചതാണ് എവിടെയെങ്കിലും. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് മനുഷ്യൻ 7 സ്റ്റേജുകളിലൂടെ കടന്നു പോകും. അതില് ഫസ്റ്റ് സ്റ്റേജും ലാസ്റ്റ് സ്റ്റേജും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ അനങ്ങാൻ പറ്റില്ല, നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളതൊരു വളരെ ശൈശവമായിരുന്ന കാലഘട്ടത്തിൽ. ഇത് തന്നെയായിരിക്കും ലാസ്റ്റ് സ്റ്റേജ്. ചില ആളുകൾ വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളെ പോലെയാവും, പറയുന്നതിന് പരസ്പര ബന്ധം ഉണ്ടാവില്ല, സംസാരിക്കുന്നതൊക്കെ കുട്ടികൾ പറഞ്ഞ പോലെ ആയിരിക്കും, അങ്ങനെയാവും. അപ്പൊ ഫസ്റ്റും ലാസ്റ്റും സെയിം ആവുന്ന ബന്ധം, അത് ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് അങ്ങനെ ആൻ ഓൾഡ് മാൻ ഈസ് ലൈക്ക് എ ചൈൽഡ്. ഒരു പ്രായമുള്ള മനുഷ്യൻ, ഒരു കുട്ടിയെ പോലെ. അത് ഒരു മനുഷ്യനല്ല, എല്ലാ പ്രായമുള്ള മനുഷ്യരും ആരെ പോലെയാണ്? കുട്ടികളെ പോലെയാണ്. അതൊരു കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ് പറഞ്ഞത്. ഒരാളെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നില്ലിന്റെ മാത്രം അർത്ഥം എല്ലാം എന്നാണോ? എ നില്ലിന്റെ അർത്ഥം സാറ് എന്താ പറഞ്ഞു? എ ഒരു വാക്കിന്റെ കൂടെ എ ഉപയോഗിക്കാൻ പറഞ്ഞില്ല, അതിന്റെ മാത്രം അർത്ഥം എങ്ങനെ വരുന്നേ ചോദിക്കുക. അത് ആ റേസിനെ മുഴുവൻ, ആ വർഗത്തെ മുഴുവൻ എല്ലാം എന്നാണല്ലേ? എല്ലാം. ഓക്കെ, എല്ലാത്തിനെയും സൂചിപ്പിക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽപ്പെട്ട എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കുന്നത് ഒരാളുടെ ജോലി എന്താണ്, പ്രൊഫഷൻ എന്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എ എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കും. നമുക്ക് വേണമെങ്കിൽ പറയാം സെറീന ഈസ് എ ടീച്ചർ. അല്ല, സെറീന ഈസ് എ ടീച്ചർ. എ അല്ല, എ ഉപയോഗിച്ചു. സെറീന ആരാണ്? ഒരു അധ്യാപികയാണ്. ജെസി ഈസ് ആൻ എഞ്ചിനീയർ. അല്ല, ഈസ് ആൻ എഞ്ചിനീയർ. അപ്പൊ എഞ്ചിനീയർ ആയതുകൊണ്ട് ഈ തുടങ്ങുന്ന എ ഔരിസ് ആയതുകൊണ്ട് എ ഉപയോഗിക്കാതെ അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ആൻ ഉപയോഗിച്ചു. അപ്പൊ അവിടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പ്രൊഫഷൻ കാണിക്കാൻ വേണ്ടിയാണ്. ഒരു പ്രൊഫഷൻ, ജോലിയുടെ എന്ത് ജോലിയാണ് എന്ന് പറയാം? എ പ്രൊഫസർ, ആൻ എഞ്ചിനീയർ, എ ഡോക്ടർ, ഈസ് എ ഡോക്ടർ, ഷീസ് എ ഡോക്ടർ. അങ്ങനെ ഒരു പ്രൊഫഷൻ എന്താന്ന് പറയുന്ന പ്രൊഫഷന് തൊട്ട് മുന്നിലും എന്തുണ്ടാവും? ഈ എ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ അല്ല ആർട്ടിക്കിൾ ഉണ്ടാവും. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു കഴിയുമ്പോൾ ഹി ഈസ് ഡാഷ് ഡോക്ടർ, അടിയിൽ എ ഉണ്ടാവും, ആൻ ഉണ്ടാവും, ദി ഉണ്ടാവും. അപ്പോ അതിലേതാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർദ്ദേശിച്ചാണ് പൂരിപ്പിച്ചത്. ഹീസ് എ ഡോക്ടർ, കോമൺ ആയിട്ടുള്ള കാര്യത്തോട് പറഞ്ഞത് അവനൊരു ഡോക്ടറാണ്.
പേരാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയായിരിക്കും ഈ ഡെഫിനറ്റ് ആർട്ടിക്കിളിലും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളിലും ചോദ്യം വരാം. ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട സ്ഥലം വിട്ടുപോയിട്ടുണ്ടാവും. ആ വിട്ടുപോയ സ്ഥലത്ത് ഏത് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നിയമങ്ങളിലുള്ള ഏതെങ്കിലും ചോദ്യമായിരിക്കും വരിക. ആ ചോദ്യത്തിൽ നിന്ന് നിങ്ങളത് എടുത്ത് ഫില്ല് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് വാചകങ്ങളെ രണ്ടായിട്ട് വിഭജിക്കാം. ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. നിനക്ക് ഞാനിപ്പോ സന്ദർഭോചിതമായിട്ട് ഒന്ന് അങ്ങനെ പറഞ്ഞു പോവുകയും, ഒന്നിനെ നമുക്ക് പറയാം പോസിറ്റീവ് എന്ന് പറയാം, രണ്ടാമത്തേന് നമുക്ക് നെഗറ്റീവ് എന്ന് പറയാം. പോസിറ്റീവ് ടൈപ്പ് വാചകങ്ങളുണ്ട്, നെഗറ്റീവ് ടൈപ്പ് വാചകങ്ങളുണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞ പേര് നിങ്ങൾക്ക് അറിയാം, ഉണ്ട് എന്നുള്ള അർത്ഥം വരുന്നതാണ് പോസിറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാലോ നോട്ട് ഉണ്ടാവും, നെവർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് നെഗറ്റീവ് ആണ്. കാരണം ഇല്ല എന്ന അർത്ഥമല്ലേ. ഹി ഹാസ് നോട്ട് ഗോൺ, അവൻ പോയി കഴിഞ്ഞിട്ടില്ല. ഐ ഡിഡ് നോട്ട് യൂസ് മെഡിസിൻ, ഞാൻ മെഡിസിൻ ഉപയോഗിച്ചിട്ടില്ല. അല്ല, നോട്ട്, നെവർ എന്നൊക്കെ വരുമ്പോൾ അത് നെഗറ്റീവ് ആയിട്ടുള്ള വാചകമാണ്. അപ്പോ ഇതിനകത്ത് എല്ലാവരുടെയും പേര് എനിക്കിപ്പോ കിട്ടുന്നില്ല. ശ്രുതി ഉണ്ടോ? ശ്രുതി, ശ്രുതി, സുരഭി, സഞ്ജന, സിയ. Yes, sir. ഓക്കെ ഓക്കെ. സീനെ കണ്ട് കുറെ നാളായിട്ടോ. യെസ്. അപ്പൊ നമുക്ക് വാചകത്തിലോട്ട് വരാം. നോക്കിയേ, ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്. ഇതാണ് വാചകം. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്. ഇത് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇതാണ് നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം. ഈ ഗ്രാമറിൽ വലിയൊരു കുഴപ്പമാണ്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് പറയുന്നത് ഓക്കെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഇതല്ലേ പറയണമെന്ന് പറയും. അപ്പൊ സീനൊരു ചോദ്യം കൂടി, ഈ തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ്. പോസിറ്റീവ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ സിയ. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഗ്രാമർ വരുമ്പോൾ ചില കാര്യങ്ങൾ ഈ തന്നിരിക്കുന്ന വാചകം നെഗറ്റീവാണ്. അതെന്തുകൊണ്ടാണ്? ഈ ഫ്യൂ എന്ന് പറയുന്ന വേർഡ് ഓൾമോസ്റ്റ് നത്തിങ്, ഇല്ല എന്നുള്ള അർത്ഥമാണ് ഫ്യൂ. അപ്പൊ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്യൂ എന്നല്ല പറയേണ്ടത്, എ ഫ്യൂ എന്ന് പറയണം. എങ്കിലേ അത് പോസിറ്റീവ് ആവുള്ളൂ. അപ്പൊ ഫ്യൂ എന്ന് പറയുന്ന വേർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾ അപ്പൊ അത് പോസിറ്റീവാണ്. ഫ്യൂ അല്ലേ, കുറച്ച് എന്നല്ലേ പറയാൻ വിചാരിക്കും. അങ്ങനെ ചിന്തിക്കരുത്. ഗ്രാമർ പ്രകാരം കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എ ഫ്യൂ ആണ് കുറച്ച്. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഓൾമോസ്റ്റ് അധികം സുഹൃത്തുക്കളെ ഇല്ല എന്ന് അർത്ഥമാണ് അതിൻ്റെ. നേരെ മറിച്ച് ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ എ ഫ്യൂ എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് മാറി? പോസിറ്റീവായിട്ട് മാറി. അപ്പൊ ചില വാചകങ്ങളെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഫ്യൂവിന്റെ കൂടെ വരുന്നത്. ഇനി ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ച് എന്നറിയാം അർത്ഥത്തിൽ എ ഫ്യൂ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഫ്രണ്ട്സിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. 1 2 3 കൗണ്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺ വരാം. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് മിൽക്ക്, പാല്. കുറച്ച് പാലുണ്ട്, കുറച്ച് പാലുണ്ട് എന്നുള്ളതിന് ഫ്യൂ മിൽക്ക് എന്ന് പറഞ്ഞാൽ മതിയോ? എ ഫ്യൂ മിൽക്ക് എന്ന് പറഞ്ഞാൽ മതിയോ സിയ? സിയുടെ ഒരു നോട്ടത്തില് അപ്പൊ നേരത്തെ പറഞ്ഞ വാചകം നെഗറ്റീവ് ആയിരുന്നു. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിരുന്നു. അപ്പോ there is few അല്ലെങ്കിൽ എ ഫ്യൂ മിൽക്ക് എന്ന് പറഞ്ഞാൽ ശരിയാവും? കുറച്ച് പാലുണ്ടെന്നുള്ളതിന് ആണോ? എനിക്കറിയില്ല. അല്ലാന്ന് തോന്നുന്നു. ഒരു ഗ്രാമർ ഒരു സുഖം തോന്നുന്നില്ല. അറിയില്ല. അത് ശരിയാവില്ല. അപ്പൊ ഇവിടെ സുജാത എഴുതി കാണിച്ചു, കറക്റ്റ് ആണ്. അതായത് കുറച്ച് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓക്കെ സിജി കറക്റ്റ് ആണ്. അത് എന്തിനെ കുറിച്ചാണെന്ന് നമ്മൾ നോക്കണം. എണ്ണാൻ പറ്റുന്ന സംഗതിയാണെങ്കിൽ മാത്രമേ ഫ്യൂ എന്ന് പറയാവൂ.
എണ്ണാൻ പറ്റാത്തതാണെങ്കിൽ അവിടെ ഫ്യൂ എന്ന അർത്ഥം തന്നെയാണ് അവിടെ ലിറ്റിൽ എന്ന് പറയും. കൗണ്ടബിൾ ആണ് കുറച്ച് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഫ്യൂ ഉപയോഗിക്കാം. അൺകൗണ്ടബിൾ ആണ് അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം, ലിറ്റിൽ എന്ന് ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് പറയാവുന്നത് there is a little milk in the fridge. ഫ്രിഡ്ജില് അല്പം പാലിരിപ്പുണ്ടെന്നാണ്. there is little milk in the fridge എന്ന് പറഞ്ഞാല് ഓൾമോസ്റ്റ് നത്തിങ്, ഫ്രിഡ്ജിലുള്ള പാലൊക്കെ തീർന്നതാണ്. ലിറ്റിൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്, പക്ഷെ എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്. എ ഫ്യൂ എന്ന് പറയുമ്പോഴോ അത് പോസിറ്റീവാണ്. ഓക്കെ, അപ്പൊ എ ഫ്യൂ കുറച്ച് അത് എണ്ണാൻ പറ്റുന്ന സംഗതികളെ കൂടി, എ ലിറ്റിൽ കുറച്ച് അത് എണ്ണാൻ പറ്റാത്ത സംഗതികളെ കൂടി. ഓക്കെ, അപ്പൊ ആ സ്ഥലത്ത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഓക്കെ, വീണ്ടും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ചില വാചകങ്ങൾ നമ്മൾ പറയുമ്പോൾ എക്സ്ക്ലമേറ്ററി ആയിട്ടുള്ള വാചകങ്ങൾ ഉണ്ടാവും. ആശ്ചര്യത്തോടു കൂടി നമ്മൾ പറയുന്ന വാചകങ്ങൾ. എന്തൊരു മനോഹരമായ കാഴ്ച, അതായത് അതിരപ്പള്ളി വാട്ടർഫാൾസിന് താഴെ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയുന്നു വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. എന്തൊരു മനോഹരമായ. ഒരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞു. എ ഇല്ലാതെ ലിറ്റിൽ മിൽക്കിന്റെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ലിറ്റിൽ അപ്പൊ ഓൾമോസ്റ്റ് നത്തിങ് എന്നാണ്. ഏതാണ്ട് തീർന്നു, ഇല്ല, ഓൾമോസ്റ്റ് നത്തിങ് എന്നാണ്. ഓക്കെ 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 യെസ്. ലിറ്റിലും ഫ്യൂവും നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ വേറെ വാക്കാണ് റയർലി, അത് നെഗറ്റീവ് ആണ്. സെൽഡം നെഗറ്റീവ് ആണ്. സ്കേഴ്സ്ലി നെഗറ്റീവ്. ഇതൊക്കെ നെഗറ്റീവ് വേർഡുകൾ. ഈ സംഗതി വന്നാൽ അതൊക്കെ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചു. അവരത് നോട്ടില്ല എങ്കിലും ഈ വേർഡുകളൊക്കെ നെഗറ്റീവ്. റയർലി, സ്കേഴ്സ്ലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ, ഇതൊക്കെ നെഗറ്റീവാണ്. ഓക്കെ, അത് ഇതൊക്കെ വരുന്നത് എവിടെയെന്ന് അറിയാം, ക്വസ്റ്റ്യൻ ടാഗിൽ വരും. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും, തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് പോസിറ്റീവ് ആക്കണം. അപ്പൊ വാചകം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കുന്നത് അതിന്റെ അത് നോട്ട് നെവർ എന്താ നോക്കിയിട്ടാണ്. പക്ഷെ നോട്ട് നെവർ ഒന്നും കാണില്ല. പക്ഷെ ഈ സംഗതികൾ ലിറ്റിലും ഫ്യൂ, സ്കേഴ്സ്ലി, സെൽഡം എന്നൊരു വേർഡുകൾ അത് നെഗറ്റീവ് വേർഡുകളാണ്. ഇല്ല എന്നൊരു അർത്ഥമാണ്. ഓൾമോസ്റ്റ് നത്തിങ് എന്ന അർത്ഥമാണ്. ഓക്കെ, അത് നമുക്ക് അവിടെ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇപ്പൊ സന്ദർഭോചിതമായിട്ട് പറഞ്ഞു പോയപ്പോ അതിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ, ഇനി എക്സ്ക്ലമേറ്ററി ആയിട്ടുള്ള വാചകങ്ങൾ പറയുന്നു. അത് ആശ്ചര്യത്തോടു കൂടി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അവിടെ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. വാട്ട് എ അല്ല, വാട്ട് എ, എന്തൊരു ബ്യൂട്ടിഫുൾ സൈറ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു ആളെ കണ്ടു, വേണ്ട, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടു, സുന്ദരിയാണ്. അപ്പൊ നമ്മൾ അവള് നോക്കിയിട്ട് പറയുന്നത് എന്താണ്? വാട്ട് എ ബ്യൂട്ടിഫുൾ ലേഡി. വാട്ട് എ ബ്യൂട്ടിഫുൾ ലേഡി ഷീ ഈസ് എന്നാണ്. പക്ഷെ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തു. വാട്ട് എ ബ്യൂട്ടിഫുൾ, എന്തൊരു സുന്ദരിയായ പെൺകുട്ടി. വാട്ട് എ ബ്യൂട്ടിഫുൾ ലേഡി, വാട്ട് എ വണ്ടർഫുൾ സൈറ്റ്. അപ്പൊ അങ്ങനെ എക്സ്ക്ലമേറ്ററി ആയിട്ട് നമ്മൾ പറയുന്ന വാചകങ്ങളുടെ കൂടെ എപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇനിയും ആർട്ടിക്കിൾ ഉപയോഗങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന അത്രയുമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിളിനെ കുറിച്ചാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. ഒന്നിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയും, മറ്റേതിനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയും. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TH, ദി എന്ന് പറയുന്ന വേർഡാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അതെവിടേക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. രണ്ടാമത് ഉള്ളതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുന്നതാണ് എ ആൻഡ് ആൻ. വവൽ സൗണ്ട് ആരംഭിക്കുന്ന വേർഡുകളാണെങ്കിൽ ആൻ എന്നും, അല്ലാത്തതിന്റെ കൂടെ എ എന്ന് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അത് എവിടെയെല്ലാമാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കോമൺ ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവുകയുണ്ടോ? യെസ്. ഹേമ, ഹേമില്ല, ജാൻസി, മോളി, ഇതൊക്കെ ഉണ്ടായിട്ടും മിണ്ടാതിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിനകത്ത് നോക്കാനുള്ള മടിക്കാണ്.
യെസ്. ആരെങ്കിലും ഒരാളുണ്ട് വന്നേ ധൈര്യസമേതം. ഐ ആം റെഡി എന്ന് പറഞ്ഞ ആരെങ്കിലും വന്നേ. അമ്പിളി അല്ലേ? അമ്പിളി, ആർ യു റെഡി? യെസ് സർ. ഓക്കെ ഓക്കെ ഓക്കെ. അമ്പിളിക്കാണ് ധൈര്യം ഉള്ളത്. ഞാനല്ല, മോളാണ് അൺമ്യൂട്ട് ആക്കിയത്. മോളാണ്. മോളെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പേരാണോ? കേട്ടില്ല സർ. നമ്മളെ ക്ലാസ് തുടങ്ങിയപ്പോ ഒരു പേര് ഇത് പറഞ്ഞില്ലേ, ഭാവികയാണോ? അല്ലല്ല, ദേവനന്ദ. ദേവനന്ദ. ഓക്കെ, വെരി ഗുഡ് നെയിം. യെസ്. അപ്പൊ നിൽക്കട്ടെ. എങ്ങനെയുണ്ട് അമ്പിളി 2025 സ്റ്റാർട്ടിങ്? ഇന്നിപ്പോ 6-ാം തീയതി ആയില്ലേ? ഹൗ ഡു യു ഫീൽ അബൌട്ട് 2025? കുഴപ്പമില്ല. 5 ദിവസത്തെ പ്രവർത്തനം ഒക്കെ വെച്ച് നോക്കുമ്പോ ഹൗ ഡു യു ഫീൽ അബൌട്ട് 2025? 2025 മെച്ചപ്പെടും അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളൊക്കെ തുടക്കത്തിലെ കാണിച്ചു തുടങ്ങിയെന്ന് തോന്നിയോ? 2025 എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പൊ ഈ ക്ലാസ് ആയതൊക്കെ. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ 2025 മേ ബി യുവർ ലക്കിയസ്റ്റ് ഇയർ. ഏറ്റവും ഭാഗ്യമുള്ള ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ. സജന. ഓക്കെ, സജന. How are you, Sajna? I am fine. Very good, very good. Ennu fine ആയിരിക്കട്ടെ. Very good. Okay, 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 okay. Yes. How do you feel about 2025? 2025 കുറിച്ച് എന്ത് തോന്നുന്നു? 2005, the starting in our journey, we lost our first our lost property. എന്ത് പറ്റി? What happened? Something issues. Oh, okay, 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 okay. Don't worry. എന്താ പറയാ, 2 ടൈപ്പ് ലവ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഒന്ന് പ്ലേറ്റോണിയൻ, ഞാൻ ഇപ്പൊ പറയാൻ വേണ്ടി വിചാരിച്ച വാക്കല്ല. ഒന്ന് പ്ലേറ്റോണിയൻ ലവ്, ഒന്ന് എലിസബത്തൻ ലവ്. അല്ല, ഏതാണ് ഏതെന്ന് ഞാൻ മറന്നുപോയി. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമില്ലാത്തതുകൊണ്ടാണ് അത് മറന്നുപോയത്. അല്ല, ഏതാണ് പ്ലേറ്റോണിയൻ, ഏതാണ് എലിസബത്തൻ ഞാൻ പിന്നീട് പറയാം. ഓക്കെ. അപ്പൊ ഇപ്പോ സജന പറഞ്ഞൊരു വിഷയം, ചില കാര്യങ്ങളില്ലേ, ചില കാര്യങ്ങള് ചില ആളുകളോട് നമ്മൾ ഏറ്റവും ആദ്യം ഉടക്കിയിട്ടുണ്ടാവും. ഭയങ്കര ഉടക്കായിരിക്കും. ഉടക്കുന്നത് അങ്ങനെ പിന്നീട് അവർ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര സ്നേഹമുണ്ടാവും. അത് ആ ഉടക്കിലൂടെ തുടങ്ങിയിട്ട് പിന്നീട് സ്നേഹത്തിലൂടെ വരുന്നത് ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നു. നേരെ മറിച്ച് തുടക്കത്തിലെ സ്നേഹം അത് ചിലപ്പോൾ പിന്നെ ഉടക്കിലോട്ട് പോകും. എല്ലാത്തിന്റെയും കേസിലുണ്ട്. ഞാൻ കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞതാണ്. എന്ന് പറഞ്ഞ പോലെ സജന, തുടക്കത്തിൽ ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ സന്തോഷമായിട്ട് മാറിക്കോളും എന്ന് സജനോട് പറഞ്ഞാണ്. അതായത് 2 ടൈപ്പ് ലവ് ഉണ്ട്, പ്ലാറ്റോണിയൻ ലവ് ആൻഡ് എലിസബത്തൻ ലവ്. ഓക്കെ, യെസ്. അപ്പോ ഇനി ആർക്കും 2025 കുറിച്ച് അതിന്റെ ഇതുവരെയുള്ള 6-ാം തീയതി വരെയുള്ള പ്രവർത്തനത്തിന് എന്ത് തോന്നുന്നു എന്നുള്ളത് പറയാട്ടോ. 2025 ഹൗ ഡു യു ഫീൽ? കാർത്തിക ഇല്ല? കാർത്തിക വിനീത, അഖില, ഞാൻ പറയട്ടെ. The beginning itself is very busy for me. I decided to start my teaching practice in this month. It is very hard for me because I decided to do my internship in a Montessori school. They need some activities. I decided to prepare for that. It is very crucial for me. Very good, very good. Okay, okay, okay. About the beginning of the year 2025 is very lucky for Shilpa. Okay, Reshmi, പറഞ്ഞോളൂ.
പറയൂ രശ്മി. രശ്മിയെ പറയാൻ വന്നേ. സിയ എന്ത് തോന്നുന്നു? സർ ഞാൻ പറഞ്ഞോട്ടെ സർ. പറഞ്ഞോട്ടെ, ഞാൻ പറയും. അങ്ങനെ പറഞ്ഞോളൂ. വെരി ഗുഡ്, പറഞ്ഞോളൂ. സിജി പറഞ്ഞു. Sir, this 2025 seems to be very busy year. I don't have time like last year because 6 days busy with the classes. Then 6 days busy in the school because I joined the school as a teacher. Very good. Okay. So everything like I think more competition is coming ahead. Okay. I don't know how will I face it. Very good. എനിക്ക് ആ തുടങ്ങിയ വാചകം ഇഷ്ടപ്പെട്ടു. This 2025 seems to be very good language. Seems to be കാണപ്പെടും. വെരി ഗുഡ്. അത് ആരും പറയാതെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അതെനിക്ക് അതിന്റെ ആ ഒരു സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എപ്പോഴും ബിസി ആയിരിക്കുക, അതാണ് എപ്പോഴും വേണ്ടത്. നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലേ, an ideal man's brain is, അതൊക്കെ പൂരിപ്പിക്കാമോ? An ideal man's brain is devil's workshop. Yes, devil's workshop. ഒരു വെറുതെ ഇരിക്കുന്നവന്റെ തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താന്റെ പടിപ്പുരയാണ്. അപ്പൊ അവൻ അവിടെ കയറും, ഓരോ കാര്യങ്ങളിട്ട് കുത്തിപ്പോക്കും. ഇവിടെ ചെകുത്താൻ കയറാൻ വരെ സ്ഥലമില്ല, ചെകുത്തൻ തല്ലി തകർന്നു പോട്ടും. ഓക്കെ. എപ്പോഴും നമ്മൾ ബിസി ആയിരിക്കും. ഒന്ന് കഴിയുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ നമുക്ക് പറ്റും. എല്ലാം നമ്മള് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ സമയം കണ്ടെത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനിടയ്ക്ക് അത് നടക്കും. അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇപ്പൊ എനിക്ക് ഓടി നടക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിലാണ്. എന്റെ ചെറുപ്പം ഞാൻ അതുപോലെ ബിസി ചെയ്തു. കാരണം എല്ലാം ഒരു കാര്യം നമ്മൾ വിട്ടുകളയുമായിരുന്നില്ല. അപ്പൊ അതുപോലെ നിങ്ങളൊക്കെ ചെറുപ്പം നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, തീർച്ചയായിട്ടും വേണ്ട അത് ശരിക്കട്ടെ, ഇതൊക്കെ നമുക്ക് പറ്റും, ഇതിനിടയ്ക്ക് അതും സാധിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ if there is a will, there is a way. മനസ്സുണ്ടോ വഴിയുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ? വേണമെങ്കിൽ ചെക്ക ഇല്ലെങ്കിൽ കൊമ്പത്ത് പോലും ഉണ്ടാവില്ല. വേണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ കൊമ്പിൽ പോലും ചെക്ക ഉണ്ടാവില്ല. വേണമെങ്കിൽ വേരിലും കാര്യം. ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് വേണം. ഓക്കെ സിജി, വീണ്ടും തിരക്കുകളിലേക്ക് തന്നെ പോകട്ടെ. തിരക്കിലോട്ട് തന്നെ പോകട്ടെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തതാരാണ്? 2025 കുറിച്ച് പറയാനുള്ള അടുത്ത ആർക്കാണ്? ആരെങ്കിലും പറ. Sir, I have a doubt. Actually, എത്ര ലെസൺസ് നമ്മൾ ഫിനിഷ് ചെയ്തു എനിക്കിപ്പോ ഒരു ഐഡിയ കിട്ടുന്നില്ല. ബിക്കോസ് ഞാനൊരു 2-3 ക്ലാസ്സസ് മിസ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് അതൊന്ന് ഒരു ക്ലാരിഫിക്കേഷൻ. ഞാൻ പറയാം. അതായത് പഴയ ടീച്ചർ ലെസൺ 1, 2, 3, 6, 7 എടുത്തതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. 1, 2, 3, 6, 7. ഞാൻ വന്നതിന് ശേഷം ഞാൻ എടുത്തത് യൂണിറ്റ് 16, യൂണിറ്റ് 13, 13, യൂണിറ്റ് 10, യൂണിറ്റ് 12, യൂണിറ്റ് 5. യൂണിറ്റ് 5 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. പഴയ ടീച്ചർ 1, 2, 3, 6, 7. ഞാൻ എടുത്തത് 16, 13, 10, 12, 5. അപ്പൊ ആ കണക്ട് ചെയ്തിരിക്കുന്ന വിഷയം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുട്ടിച്ചെടുത്തത്. അങ്ങനെ എടുത്തത്. സർ, മറ്റേ മാഡം ക്വസ്റ്റ്യൻ ടാഗും എടുത്തിരുന്നു. ഓക്കെ. അപ്പൊ ആ മാഡം ഇവിടെ ഓഫീസിൽ കൊടുത്തേക്കുന്ന റിപ്പോർട്ട് എന്റെ കോപ്പി എനിക്ക് തന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഇത്രയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, എന്നാ കുഴപ്പമില്ല, നമുക്ക് നോ പ്രോബ്ലം. ഓക്കെ, യെസ്. ഇനി അടുത്ത ആരാണ് പറയുന്നത്? കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ലേ? സർ, ഞാൻ പറയാം. സുജാത പറയും. Sir, 2025 started with a big bang. Yes. And I started my race from the day one, and still I am running.
I think this year will be such a busy year for me. Yes. I have lots of wishes or Yes. lots of things to plans to fulfill. Very good. And Very good. first of all, I finished this course in 2025. Yes. Yeah, and I believe I can complete this course with good achievements. Yes. Then I wish to join a school in the next Yes. academic year. Yes. Very good. And I'm applying for that. Yes. Then my kids are appearing their 10th board exam this year. Yes. And I wish they will also stand me in heights. Or and I wish they will get good marks, score good marks in the board exams. Yes. And I wish to achieve many things this year, and hoping to achieve all the things, all the wishes. And I wish and I am hoping this 2025 will be a wonderful year for me. Thank you, sir. Very good. Very good. Okay. സുജാത നന്നായിട്ട് പറഞ്ഞു. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അങ്ങോട്ട് പറയാ. നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളോട് പറയാ. ഞാൻ ഇതിന്റെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു. പറയുന്നത് നമ്മളത് ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലായി. തെറ്റിക്കൊണ്ടേ ഇപ്പൊ എന്താ പ്രശ്നം? എത്ര പ്രാവശ്യം വീണു ഒന്ന് നിൽക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? എത്രയോ പ്രാവശ്യം നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പിന്നെ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിച്ചേക്കുന്ന ഓരോ പാഠങ്ങളില്ലേ? ഇതും ഒരു പാഠമാണ്. വന്നു നിന്ന് ഇങ്ങനെ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ രണ്ടുപേരെയൊക്കെ എഴുതിട്ട് ബാക്കി മനസ്സിൽ നിന്ന് അങ്ങനെ ആഡ് ചെയ്ത് നിങ്ങളവിടെ പറയുകയും ഓക്കെ. കിട്ടാണ്ടാവുന്നത് പറയാം, സാറേ എനിക്ക് കിട്ടണില്ല. ഓക്കെ മതി. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള ചോദ്യം നമുക്ക് കൂടിയില്ല. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നന്നായിട്ട് എല്ലാം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയാലും പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഒക്കെ പഠിച്ചതാണ്, പക്ഷെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഒരു സുമാറായില്ല എന്ന് തോന്നും. നേരെ മറിച്ച് മുഴുവനൊന്നും പഠിച്ചിട്ടില്ല, അവരുടെ കുറെ വിട്ടിട്ടുണ്ട്, നമുക്കറിയാനോ വിട്ടത്. അപ്പൊ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്ക് തോന്നും കൊള്ളാട്ടെ, ഏതായാലും പഠിക്കാത്ത വശത്തൊന്നും വന്നില്ല, അപ്പൊ അതിന്റെ വേണ്ടി സംഗതി കളിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. യെസ്, ഓക്കെ. ഞാൻ നിങ്ങളോട് പണ്ട് ബി എന്ന് പറയുന്ന വാചകത്തിൽ തുടങ്ങുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ? നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായില്ല കാര്യം ആദ്യം പറഞ്ഞോട്ടാ, ഞാൻ ചിലപ്പോൾ അത് മറന്നു പോകും. യെസ്, ബി ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം ബി എന്ന് പറയുന്ന അക്ഷരത്തിലാണ് ആരംഭിക്കുന്നത്. അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. സിജി ചോദിച്ചിട്ടുണ്ടോ? സാർ എനിക്ക് മനസ്സിലായില്ല, എന്തായിരുന്നു? ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, അതിന്റെ ആൻസർ നിങ്ങൾ പറയും. അതിന്റെ ആൻസർ പറയുന്നതിന്റെ ഫസ്റ്റ് ലെറ്റർ ഞാൻ പറയുന്നു, ഇന്ന അക്ഷരമായിരിക്കണം, അങ്ങനെ പറഞ്ഞിട്ട്. ഓക്കെ, ഞാനതൊരു റീല് കണ്ടിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു കുട്ടിയോട് പാരന്റ് ചോദിക്കുന്നതും ഫസ്റ്റ് ലെറ്റർ എന്നതായിരിക്കണം എന്ന് പറഞ്ഞ് കുട്ടി കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്ന ഒരു ഇത് ഞാൻ കണ്ടിരുന്നു. ഇനിയിപ്പോ സാർ അതാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ. സാർ ചോദിച്ചിരുന്നോ? ഞാൻ കേട്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ബ്രേക്ക് അവേ, ബ്രേക്ക് ഡൗൺ അങ്ങനത്തെ വേർഡ്സ് ആണോ? അല്ല അല്ല അല്ല. ഓക്കെ. സ്ട്രക്ചർ ബിൽറ്റ് അക്രോസ് എ റിവർ ചോദിച്ചിട്ടില്ല? ബ്രിഡ്ജ് ചോദിച്ചിട്ടില്ലേ? ഇല്ല 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 ചോദിച്ചിട്ടില്ല. ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഐ ആം ഗോയിങ് ടു ആസ്ക് സച്ച് എ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോ ആർക്കാണെങ്കിലും ആൻസർ പറയാം. ആദ്യം പറയുന്ന രണ്ടുപേരെ ഞാൻ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് കേട്ടോ, ഫസ്റ്റ് രണ്ടുപേര്. അപ്പോ ഇനി ആരെങ്കിലും എഴുതുകയാണെങ്കിൽ അവരെ ഒരു വിജയം. അപ്പൊ മൊത്തം 3 വിജയം. ആദ്യം എഴുതുന്ന ആൾ, കാരണം ടൈപ്പ് ചെയ്ത് വരാൻ സമയം പിടിക്കും. അപ്പൊ അതുകൊണ്ട് ആദ്യം പറയുന്ന രണ്ടുപേരും, ആദ്യം എഴുതുന്ന ഒരാള്. ഓക്കെ, അത് ആരൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി ശില്പനെ ഏൽപ്പിച്ചിരിക്കുന്നു കേട്ടോ. എന്റെ കൺട്രോളിൽ പോയി കഴിഞ്ഞാല് ശില്പ ശ്രദ്ധിച്ചോളണം പറയുന്നത് ആരൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഐ ആം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ് ആൻഡ് യുവർ ആൻസർ ഷുഡ് ബിഗിൻ വിത്ത് ലെറ്റർ ബി. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ പറയുന്നു.
പക്ഷെ ഉത്തരം പറയുമ്പോൾ ഓരോ ഉത്തരത്തിന്റെയും ആദ്യത്തെ ലെറ്റർ ബി എന്നായിരിക്കും. ബി, ബോയ് എന്ന് എഴുതുന്നതിന് ബി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു, ദ സ്ട്രക്ചർ ബിൽറ്റ് അക്രോസ് ദ റിവർ. നമ്മൾ നദിയുടെ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചർ എന്താണ്? അപ്പൊ നമുക്ക് മനസ്സിലായില്ല, ദാറ്റ് ഈസ് ബ്രിഡ്ജ്. ബിയിലല്ലേ തുടങ്ങണേ. അപ്പൊ ആ ചോദ്യം നമുക്ക് ലാപ്സാക്കാം, കാരണം നമുക്ക് ഓൾറെഡി ആസ്ക്ഡ്, സോ ദാറ്റ് ഈസ് ഡിലീറ്റഡ്. ഞാനിത് ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം ഒരു പുതിയ വാക്ക് പഠിക്കണോട്ടാണ്. ഒരുപക്ഷെ ഞാൻ ചോദിക്കുന്നതിൽ നിങ്ങൾ പഠിച്ച പുതിയ വാക്ക് ഉണ്ടായെന്ന് വരില്ല, ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പൊ അതുകൊണ്ട് ഞാനത് ചോദിക്കാമെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ദ ക്വസ്റ്റ്യൻ നമ്പർ 2. A kind of clothing that keeps you warm. WAR. Blanket. അപ്പൊ സിജിയും പറഞ്ഞു, സുജാതയും പറഞ്ഞു അല്ലേ? സിജി പറഞ്ഞിട്ടുണ്ട്, ഷെറിനല്ലേ എഴുതിയത്? ഓക്കെ 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 ഓക്കെ, ഷെറിനല്ലേ എഴുതിയത്? ഓക്കെ, ഷെറിൻ. സാർ ഒന്നുകൂടി പറയൂ, ഇടയ്ക്ക് സ്റ്റക്ക് ആയിപ്പോയി. എന്തായാലും റിപ്പീറ്റ് ചെയ്തോളാം. ഓക്കെ ഓക്കെ, ഇതിന്റെ ചോദ്യം പറയുന്ന സമയത്ത് ഞാൻ മലയാളം പറയില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിയിട്ടു. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് മലയാളം വിശദീകരണങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. എ കൈൻഡ് ഓഫ് ക്ലോത്തിങ്, ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രം. ദാറ്റ് കീപ്സ് യു വാം, ചൂട് നിലനിർത്താൻ പറ്റുന്ന ഒരു പ്രത്യേക വസ്ത്രം. അതെന്താണ്? ബിയിൽ തുടങ്ങുന്നത് ബ്ലാങ്കറ്റ് ആണ്. ബ്ലാങ്കറ്റ്. ഓക്കെ ഷെറിൻ? ഓക്കെ 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 ഓക്കെ, യെസ്. അടുത്തത്, അനദർ വേർഡ് ഫോർ സ്റ്റാർട്ട്. Begin. സുജാത ഓക്കെ. അപ്പോ സുജാത പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ആരും പറയാത്തത് കൊണ്ട് സുജാതക്ക് ഞാൻ പോയിന്റ് ഇടയാണ്. ആരും എഴുതിയതായിട്ട് വന്നില്ല. അപ്പൊ അത് നമുക്കൊരു ബോക്സ് അല്ല ഷീബ. അപ്പൊ സുജാതക്ക് ഉണ്ട് കേട്ടോ ഒരു പോയിന്റ്. ഓക്കെ, അനദർ വേർഡ് ഫോർ സ്റ്റാർട്ട്, ആരംഭിക്കുക എന്നർത്ഥം വരുന്ന വേറൊരു വേർഡ്. അതേതാണ്? ദാറ്റ് ഈസ് കോൾഡ് ബിഗിനിങ്. ഓക്കെ, ബിയിൽ തുടങ്ങുന്നത് ബിഗിനിങ്. ഓക്കെ, the spherical SPHERICAL object used to play games. Ball. Okay, സിജിയും ഉണ്ട്, ഷെറിനും ഉണ്ട്. സിജിയും ഉണ്ട്, ഷെറിനും ഉണ്ട്. ഓക്കെ, ബോൾ. നമുക്കറിയാം വൃത്താകൃതിയിലുള്ള ഒരു സംഗതി കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ബോൾ. അടുത്തത് നിങ്ങൾ ചാടി പറയും. യെസ്, the process of making cake. Baking. ഇതിനകത്ത് ആളുകൾ കണ്ടുപിടിക്കാനൊക്കെ ഷിജില എഴുതിയില് വന്നിട്ടുണ്ട്, സുജാത പറഞ്ഞതില് വന്നിട്ടുണ്ട്. പിന്നെ വേറെ ആരാണ് വന്നേക്കണേ പറഞ്ഞതില്? ഷിജില. യെസ്, ഓക്കെ. അപ്പൊ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് കേക്ക്, ദാറ്റ് ഈസ് കോൾഡ് ബേക്കിംഗ്. നമ്മൾ അത് ഉപയോഗിക്കുന്ന ഒരു വേർഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ വേണ്ടി ബേക്കിംഗ്. ഓക്കെ, യെസ്. അടുത്തത്, ദ മീൽ, MEAL, ദ മീൽ ഓഫ് എ ഡേ. Breakfast. ബ്രേക്ക്ഫാസ്റ്റ് അത് മീൽ എന്ന് പറയില്ല. എന്നാലും ഞാൻ സുജാതക്ക് വേണമെങ്കിൽ ഇത് തരാം, ഒരു പോയിന്റ് തന്നു. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റോടെ നിൽക്കട്ടെ. ബ്രെഡ്. അല്ല അല്ല അല്ല, വെരി ഗുഡ്. ആരാ പറഞ്ഞത്? ആര്യലക്ഷ്മി അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്, കറക്റ്റ് വേർഡ് അതാണ് കേട്ടോ. യെസ്, ഓക്കെ. ഇവിടെ വേറെ ആരോട് എഴുതി കാണിച്ചിരുന്നല്ല, ആരാണത്? ആര്യലക്ഷ്മി. ആര്യലക്ഷ്മി കുഴപ്പമില്ല, വെരി ഗുഡ്. ആദ്യം പറഞ്ഞല്ലേ. ഓക്കെ, അതായത് ലേറ്റ് ആയിട്ട് കഴിക്കുന്ന ഭക്ഷണമില്ലേ? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, കുറച്ച് പൈസ ഉള്ളൂ. അപ്പൊ രാവിലത്തെ ഭക്ഷണവും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം, ഉച്ചക്ക് കഴിക്കുന്ന ഊണും കൂടി ഉൾപ്പെടുത്തി 11 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കില്ലേ? അതിന് പറയുന്ന പേരാണ് ബ്രഞ്ച്. BRUNCH. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തെ ഉച്ചക്ക് ലേറ്റ് ആയിട്ട് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് പറയുന്ന പേരാണ് ബ്രഞ്ച്. BRUNCH. ഒരു പുതിയ വാക്കാണ്, അത് പഠിച്ചു വെച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഇനി ഞാൻ പറയുന്ന വേർഡിന്റെ വേറൊരു വേർഡ് നിങ്ങൾ പറയുന്നു. എ
sibling. A sibling. Brother. Brother. Okay, okay. അപ്പൊ സിജിയും സുജാതയും ഉണ്ട്. ഇപ്പോഴത്തെ ഗബ്രിയൽ ദീപയുണ്ട്. ഓക്കെ, സിജിയുണ്ട്, സുജാതയുണ്ട്, ഇപ്പോഴത്തെ ദീപയും വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ദീപയുടെ ആദ്യം വന്ന് ബാക്കി അതിന് ശേഷം കുറെ പേര് വന്നിട്ടുണ്ട്. ശിവ വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ദാറ്റ് ഈസ്. അപ്പൊ നമുക്ക് ഈ കല്യാണത്തിന്റെ ഒക്കെ ബയോഡേറ്റ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ എഴുതുന്നതാണ് സിബ്ലിങ്സ്. എത്ര ബ്രദേഴ്സ്, എത്ര സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു എഴുതുന്നത്. ബ്രദർ. ഓക്കെ, ബിയിൽ കൊടുക്കുന്നത്. അടുത്തത് ഒരു ഐറ്റത്തിന്റെ പേരാണ്, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. വെയർ, WEAR, വെയർ. വെയർ across your waist, WAIST. Belt. Belt. Okay, സിജി, സിജിയുമുണ്ട്, ദീപയുമുണ്ട്. ഓക്കെ, സിജി ദീപ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ലല്ലോ, നിങ്ങൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണല്ലോ. ഞാൻ വിചാരിച്ച ലെവലിന്റെ അപ്പുറത്താണ്. ഓക്കെ ഓക്കെ, ഇത് കറക്റ്റ് ആണ്. നോക്കി, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയണം. വെയർ, ധരിക്കുക. എക്രോസ് യുവർ വേസ്റ്റ്, നമ്മുടെ അരക്കെട്ടിന് കുറുകെ ധരിക്കുന്ന ആ സംഗതി, അത് ബിയിൽ തുടങ്ങുന്ന ഒരു സംഗതിയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബെൽറ്റ്. യെസ്. അടുത്തത് ദി ഓപ്പോസിറ്റ് ഓഫ്, ദി ഓപ്പോസിറ്റ് ഓഫ് ഡൾ, DULL, ഡൾ. Bright. ബ്രൈറ്റ്. അപ്പൊ അമ്പിളി, സിജി, യെസ്, സിജി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷീബ പറഞ്ഞിട്ടുണ്ട്. അമ്പിളി, സിജി, പിന്നെ ആരാണ് പറഞ്ഞത്? ദീപ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അടുത്തത് നെക്സ്റ്റ് ഒരു കളിയുമായി ബന്ധപ്പെട്ടാണ്. ആ കളി നിങ്ങൾക്ക് അറിയാമെങ്കിൽ എളുപ്പത്തിൽ പറയാൻ പറ്റും. യെസ്. A chess piece, PIECE piece, a chess piece that moves diagonally. A chess piece that moves. എലിഫന്റ് എവിടെയാണ്? ബിയിൽ തുടങ്ങും, ബിയിൽ തുടങ്ങും. ബി എന്ന് പറയുന്ന അക്ഷരത്തിനല്ല ആൻസർ. ബാസ്കറ്റ്ബോൾ. നിങ്ങൾ ചോദ്യത്തിന് അർത്ഥം പിടിയില്ലേ? എ ചെസ് പീസ്, എ ചെസ് പീസ് ദാറ്റ് മൂവ്സ് ഡയഗണലി. ദീപ, യു ആർ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. ബിഷപ്പ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സർ, ചെസ്സിനെ പറ്റി വലിയ പിടിയില്ല. അതാണ് ചോദിക്കാൻ പോയത്. ശരി, ചെസ് കളിച്ചതിൽ പരിചയമില്ല, കേട്ടിട്ടില്ല. രാജാക്കന്മാര് പോലും കളിച്ചിരുന്ന കളിയാണ്. പണ്ട് അതിന്റെ പേര് ചൂതാട്ടം. അത് രാജ്യത്തിന്റെ പകുതിയും രാജ്യവും ഭാര്യയും മക്കളെയും എല്ലാം പണയം വെച്ചിട്ടാണ്, സഹോദരന്മാരെയൊക്കെ പണയം വെച്ചിട്ടാണ് ചെസ് കളിച്ചിരുന്നത്. ചതുരംഗം. ചതുരംഗം. യെസ്, വെരി ഗുഡ്. അതിന്റെ പഴയ പേരാണ് ചൂതാട്ടം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പറയാം, നോക്കി, നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൻ്റെ അകത്ത് ആ ബിഷപ്പ് എന്ന് പറഞ്ഞ ഐറ്റം പോകുന്നത് കോൺ ടു കോൺ ആണ്. അതാണ് ഡയഗണലി എന്ന് പറയാനുള്ള കാരണം. യെസ്, അതിന്റെ മൂവ്മെന്റ് അങ്ങനെയാണ്. കുതിരയാണെങ്കിൽ ഏറെ ഷേപ്പിൽ പോവും, രാജാവാണെങ്കിൽ വേറെ ഷേപ്പ്, അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. ഓക്കെ, യെസ്. അടുത്തത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. എ ലാർജ് വെഹിക്കിൾ ക്യാരിയിങ് പീപ്പിൾ. ബസ്. ഓക്കെ, സുജാത അല്ലേ? പിന്നെ ദീപ, സുജാത, സിയ. ഓക്കെ 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 ഓക്കെ, യെസ്, കറക്റ്റ് ആൻസർ. വെരി ഗുഡ് ആൻസർ. ആൻഡ് ലെറ്റ് us come to the last question. അവസാനത്തെ ചോദ്യമാണ്. ഫേഷ്യൽ, FACIAL, ഫേഷ്യൽ ഹെയർ, HAIR. ഫേസ്.
ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതായിരിക്കും ആൻസർ. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഫേഷ്യൽ ഹെയർ. ബ്രോ. Beard. ബിയേർഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ബിയേഡ്. സിജി പറഞ്ഞു, പിന്നെ ആരാ പറഞ്ഞ? സെറീന. സെറീന. ഓക്കെ ഓക്കെ. സിജി പറഞ്ഞിട്ടുണ്ട്, സെറീന പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ എഴുതി കാണിച്ചതിൽ ആദ്യം വന്നത് ദീപയും വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രകടനം ഞാനിപ്പോ മാർക്ക് ചെയ്തേക്കുന്നത് ചിലപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് പൊങ്കാലൊന്നും വേണ്ട. ഇത് മത്സരമല്ല, ഇത് ജസ്റ്റ് ലൈക്ക് എ ഫൺ. ഓക്കെ, നിങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ അറിയാമോ എന്നറിയാൻ വേണ്ടി. എന്തോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ മലയാളത്തില്? ഫേഷ്യൽ ബിയർഡ്. ഫേഷ്യൽ, മുഖത്ത് വരുന്ന രോമം. അത് ബിയിൽ ആരംഭിക്കുന്നത്. അത് ആണ്. ഞാനത് നിങ്ങൾ പറയാൻ കുറച്ചുകൂടി വൈകി കഴിഞ്ഞാൽ ഒരു ക്ലൂഡാന്ന് വെച്ചാണ്. സ്ത്രീകളൊക്കെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാന്ന് വിചാരിച്ചാൽ അപ്പോഴേക്കും സിജി കയറി ബിയർഡ് എന്ന് പറഞ്ഞു, താടി. ഓക്കെ, വെരി ഗുഡ്. സർ, ആ ബസ്സിന്റെ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടില്ലായിരുന്നു. എന്തായിരുന്നു? ലാർജ് വെഹിക്കിൾ ക്യാരിയിങ് പീപ്പിൾ. വലിയൊരു വാഹനം, ക്യാരിയിങ് പീപ്പിൾ, ആളുകളെ വഹിക്കുന്ന വലിയൊരു വാഹനം. വാട്ട് ഈസ് കോൾഡ് ബസ്. നമുക്ക് ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കണം. അടുത്തത് നമുക്ക് വേറെ അക്ഷരത്തിൽ ആരംഭിക്കുന്നത് നമുക്ക് അടുത്ത ദിവസം പറയും. ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അല്ല, വിഷയത്തിലേക്ക് എന്റെ സ്കോറിലേക്ക് വരാം. യെസ്, സിയക്ക്, അമ്പിളിക്ക്, സെറീനക്ക് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ആര്യലക്ഷ്മിക്കും 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. എക്സ്ട്രാ പറഞ്ഞായിരുന്നു, കേട്ടില്ലായിരുന്നു. ഓക്കെ ഓട്ടെ, ഇത് മനസ്സിലാൻ വേണ്ടി വിചാരിക്കേണ്ട. പോട്ടെ, സെറീന. ഓക്കെ, ഞാൻ എഴുതിയാലും തെറ്റ് പറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഷിജില 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ദീപക്ക് 3 3 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. ഷെറിന് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഷിജിക്കും 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സുജാതയ്ക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോ കുറെ പേർക്ക് ഉത്തരങ്ങൾ അറിയാം. രണ്ടാമതും മൂന്നാമതും പറഞ്ഞു പോയി എന്നുള്ളതിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോ ജയിച്ചവരും ജയിക്കാത്തവരും ഒരേപോലെ വിജയികളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രകടനം വളരെ മനോഹരമായിരുന്നു എന്ന് ഒരിക്കലും കൂടി സൂചിപ്പിച്ചുകൊണ്ട് 2025 നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് we will meet in the next class next week. Okay, bye. Thank you, sir. Thank you, sir. Good night. Thank you, sir. Good night. Thank you, sir. Thank you. Thank you. Thank you, sir. Good night. Okay.